പോയിന്റ്സ് ആഡ് ചെയ്ത് ആ പോയിന്റ്സ് വന്നാൽ നമുക്ക് വിസ അടിച്ച് കിട്ടും, ഇങ്ങോട്ടേക്ക് വരാം. അതാണ് ബേസിക് സംഭവം. ഞാൻ അങ്ങനെയാണ് വന്നത്. അത് നിങ്ങൾ നോക്കിയാൽ അത് കുറേ ഏജൻസ് ഉണ്ട് അതിനെപ്പറ്റിയൊക്കെ വളരെ നല്ലതായിട്ട് പറയുന്നത്. അവരൊക്കെ ഒന്ന് നോക്കി അറിഞ്ഞാൽ മതി. സ്റ്റുഡൻ്റായിട്ട് വരുന്നതാണെങ്കിൽ വീട്ടിൽ വളരെ നല്ല എന്താ പറയുക സെറ്റപ്പും അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം സ്റ്റുഡൻ്റായിട്ട് വരുന്ന കാര്യം. ലോണൊന്നും എടുത്ത് വരാൻ നിൽക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കട്ടപ്പണിയാണ്. അല്ല ഇനി വന്നു തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും വരും. പക്ഷേ കുറച്ച് കഷ്ടപ്പാടാണ്. പക്ഷേ UK ഒക്കെ കമ്പയർ ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ വളരെ നല്ലതാണെന്ന് ഞാൻ പറയും. ഈ കുക്കറിയുടെ സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സിൻ്റെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജിൻ്റെ പ്രൊഫഷണൽ കോളേജിൻ്റെ ടീച്ചറാവാൻ വേണ്ടിയിട്ട് TAE എന്ന് പറഞ്ഞൊരു എക്സാം എഴുതി പാസ്സായാൽ നിങ്ങൾ ടീച്ചറാവാം. TAE മാത്രം പോരാ കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒരു എന്താ പറയുക സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അതിൻ്റെ കൂടെ TA ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പഠിപ്പിക്കാം. അപ്പം എനിക്ക് എക്സ്പീരിയൻസ് ഒക്കെ മുന്നേ ഉള്ളത് കൊണ്ട് TAE എഴുതിയപ്പം കോളേജിൽ പഠിപ്പിക്കാൻ ചാൻസ് ഉണ്ടായി. ഞാനങ്ങനെ ഷെഫ് പരിപാടി വിട്ട് കോളേജ് ടീച്ചറായി. കോളേജ് ടീച്ചറാകുമ്പം ഗുണം എന്ന് പറഞ്ഞാൽ 9 to 5 ജോബാണ്. Monday to Friday ഉള്ളൂ. വലിയ ലോഡൊന്നുമില്ല സത്യം പറഞ്ഞാൽ. ഷെഫാണെങ്കിൽ ഇന്ത്യനെക്കാട്ടും വളരെ ഈസിയാണ്, വളരെ മെച്ചമാണ്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഷെഫാണ്. എന്താ പറയുക വീക്കെൻഡ്സ് ഇല്ല, ഓഫില്ല, പണിയൊക്കെ എങ്ങനെയാണ്. അപ്പം ടീച്ചിങ്ങിലേക്ക് മാറി. ശമ്പളവും വ്യത്യാസമുണ്ട്. ഇപ്പം ടീച്ചിങ്ങിൻ്റെ സെക്ഷൻ കുറച്ച് ഡൗൺ ആണ്. വിസയൊക്കെ കുറച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വെറ്റ് സെക്ടർ എന്ന് പറയും. അപ്പം ഞാൻ ഈ ടീച്ചിങ്ങിൻ്റെ കൂടെയാണ് ഫോട്ടോഗ്രാഫി ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യയിലൊക്കെ പണ്ട് എന്താ പറയുക ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ക്യാമറ ഒക്കെ എന്താ പറയുക ഷെഫായിട്ടുള്ള ശമ്പളത്തിൽ വാങ്ങാൻ വളരെ കഷ്ടമാണ്. പറ്റില്ല. എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് എന്താ പറയുക EMI ഒക്കെ വാങ്ങിയ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അതിലാണ് ഞാൻ തുടങ്ങിയത്. ഇവിടെ വന്നതിന് ശേഷമാണ് കുറച്ചും കൂടെ അഫോർഡബിൾ ആയതുകൊണ്ട് നല്ല ക്യാമറാസും അത് ഇതൊക്കെ വാങ്ങി. പിന്നെ ഹോബി ഫോട്ടോ ഷൂട്ടിംഗ് പോലെ തുടങ്ങി. പിന്നെ അങ്ങനെ എങ്ങനെയായി ബുധവാർ ഫോട്ടോസ് എടുത്ത്